ഇന്നത്തെ നമ്മളൊരു ദിവസം നോക്കാം കേട്ടോ. അപ്പോൾ കാലത്ത് അടുക്കളപ്പണി കഴിഞ്ഞു ഞാൻ ജിമ്മിൽ പോയി തിരിച്ച് വന്ന് അമ്മുക്കുട്ടി എക്സാമിന് പോയി കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ചധികം അലക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അലക്കപ്പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. വാഷിംഗ് മെഷീനെ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ റെഡി ആയി കേട്ടോ. ടെക്നീഷ്യൻ വന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അലക്കുമ്പോൾ ചേട്ടൻ ഉണ്ടെങ്കിൽ ഊരി ഇടാനായിട്ട് പിഴിഞ്ഞിടാൻ വേണ്ടി ചേട്ടൻ വരും കേട്ടോ. അങ്ങനെ ദേ പാർക്കുട്ടീനെ കുളിപ്പിച്ച് അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഈ തുള്ളണ ഞാനും പാറും. അതിനുശേഷം നമ്മുടെ മന്ത്ലി നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാട്ടോ. അപ്പം ഞാൻ ദേ നിലാ സർഫ്സിൻ്റെ കുളി കഴിഞ്ഞപ്പോഴേ കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആയപ്പോൾ നിലാ സർഫ്സിൻ്റെ ദേ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുമ്പോൾ അമ്മുക്കുട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു കേട്ടോ. പിന്നെ എൻ്റെ മുടി നല്ല രസമായിട്ട് കിടക്കണില്ലേ, നമ്മുടെ ജെലാറ്റിൻ സെറ്റിംഗ് ആ ഒരു ക്രീം ഇട്ട കാരണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിടക്കണേ. അങ്ങനെ ദേ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഞങ്ങളങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒരുമിച്ചായിട്ട് പോയി മേടിക്കുക. അത് തീരുന്നതിനനുസരിച്ച് പിന്നെ നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കറ്റുകൾ കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഫാമിലി ട്രിപ്പ് ക്രിസ്മസിന്. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ദേ നമ്മളങ്ങനെ ഇറങ്ങാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നേരെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് നേരം വൈകി ഫുഡ് കഴിക്കാൻ. ബ്രൗൺ റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ചീരത്തോരൻ, കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് എനിക്ക് ഉച്ചക്കലത്തെ ഫുഡെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫുഡാണ്. കാരണം ഉച്ചക്കലാണ് എൻ്റെ മെയിൻ മീൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാങ്ങിക്കൊടുന്നപ്പോൾ വന്ന ഊണ് കഴിക്കായിരുന്നു. പിന്നെ വാങ്ങിക്കൊടുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഞങ്ങൾ കുറച്ച് കൂടുതൽ ചിക്കൻ മേടിക്കുക. അപ്പോൾ അത് ഇതുപോലെ ഈ ഇങ്ങനത്തെ ഒരു കവറിൽ നമ്മൾ ഓരോ പീസ് സെപ്പറേറ്റ് പൊതിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി വെള്ളത്തിലിടണ്ട, ഓരോ പീസ് വെള്ളത്തിലിട്ടാൽ മതി. അതിന് ശേഷം നേരെ നിലാ സർഫ്സിലാണ് പോയത്. ഒരുപാട് ജോലിയുണ്ട് അവിടെ. അപ്പോൾ ഇന്ന് കാലത്ത് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിതേ ഷോപ്പിലെത്തി. അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ച് ബില്ലടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്റ്റാഫ് ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്കുള്ള. അപ്പോൾ അതെടുത്തു. പിന്നെ നമ്മുടെ ന്യൂ പ്രൊഡക്റ്റ് ഞാൻ ABC പൗഡർ, അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ എന്താ പറയുക ഇന്ന് ഓർഡർ, അതായത് ഇന്ന് നമ്മൾ കൊറിയർ സർവീസിലേക്ക് പോകാനുള്ള ഓർഡറുകളാണ് എടുക്കണത്. ഇനി അവിടെ ചേച്ചിമാരിരുന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ABC പൗഡർ ഫസ്റ്റ് ബാച്ച് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. നമ്മൾ സെക്കൻഡ് ബാച്ച് ഇത് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരമായി നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ സ്മൂത്തി പൗഡർ നല്ല അടിപൊളിയായിട്ട് നല്ല സെയിലുണ്ട്. അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ആ ഒരു സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും തരുന്നത്. അപ്പോൾ നമ്മൾ നേരെ വന്ന് കുറേ തുണി മടക്കാണ്ട് ഇതേ പാർക്കുട്ടിക്ക് ഞാൻ ദോശയും മുട്ടയുടെ വെള്ളയും കൊടുത്തിട്ടുണ്ട്. അമ്മുവിനുള്ള ഫുഡ് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഒരു തകൃതി പണി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനൊന്ന് എന്താ പറയുക മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റായിട്ട് കുറച്ച് ചിക്കൻ സാലഡ് ഞാൻ കഴിക്കും കേട്ടോ. അതായത് നേരെ വഴുകണ മുന്നേ. അപ്പോൾ നേരത്തെ കഴിക്കും. അപ്പോൾ ഇന്ന് എന്താ പറയുക ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കഷ്ണം ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ചിക്കൻ സാലഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിലാ സർഫ്സിൻ്റെ സ്മൂത്തി പൗഡറും ABC പൗഡർ അങ്ങനത്തെ പ്രൊഡക്ട്സിനൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറുണ്ട്, ചെക്ക് ചെയ്താൽ മതി.